അയ്യോ നിന്റെ ചേട്ടനും ചേട്ടത്തി രാവിലെ ആ സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. കുഞ്ഞിക്കാല് കണ്ട് അടങ്ങുന്ന അവന്റെ വാശി. ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തീർത്തും പറഞ്ഞല്ലേ ഇവർക്ക് എന്തോ കുട്ടികളുണ്ടാവില്ല കൺഫേം ആയതല്ലേ. ചെറുക്ക അപ്പോഴല്ലേ ഏതോ ഗടി കെട്ടിയ ഗൈനക്കോളജി പറഞ്ഞേക്കുന്നു. അവർ ഒന്നിച്ച് താമസിച്ചാലേ കൊച്ചുണ്ടാവത്തുള്ളൂ. അതുകൊണ്ടല്ലേ അവിടെ ജോലിയും കളഞ്ഞു ഇവിടെ വന്ന് അവിടെ എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. അമ്മയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഓർമ്മ സ്റ്റേവിച്ചിന് ഓർമ്മയില്ലേ, അവൻ പറഞ്ഞാണ് ചെയ്യണം നല്ല ജോലി ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ലൈഫ് സ്റ്റൈലായിരുന്നു. പക്ഷെ അത് കളഞ്ഞിട്ട് വരേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? എടാ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചേട്ടനോട് പറ പെണ്ണും പിള്ളേം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ കയറി പോകാൻ പറ. അല്ല അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അവിടെ തലയണമന്ത്രം ഉണ്ടല്ലോ, അതാണ് എല്ലാത്തിനും കുഴപ്പം. പക്ഷെ ഞാൻ വല്ലതും ആയിരിക്കണം, ഭാര്യയും പിള്ളേരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ജോലി കളയത്തില്ലായിരുന്നു, അതുമായിട്ട് ഞാൻ അവിടെ സൂചിച്ച് ജീവിച്ചെന്നെ. ഇല്ലെങ്കിൽ ഒരു കാര്യമുണ്ടമ്മേ, എറിയാറിയെന്നുള്ളവൻ്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല എന്ന് എടാ പറയുന്നത്. പൊട്ടാ, വടി ആരും കൈ കൊണ്ട് തരത്തില്ല, എറിയണവിടെ ആ സ്ഥാനം നോക്കി. നീ അല്ല ഒരു കാര്യം ചെയ്യട്ടെ, എന്താ നിന്റെ പ്ലാന്? അല്ല എൻ്റെ പ്ലാൻ എന്താണെന്ന് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? എടാ ചെറുക്ക, നിന്റെ പെണ്ണുമ്പിള്ളേക്ക് എത്ര മാസമായെന്ന് അറിയാമോ? 6 മാസമായി. എടാ ചികിത്സയ്ക്ക് എന്തുമാത്രം കാശ് വേണം നിനക്കറിയാമോ? എടാ നിന്റെ ഈ സ്റ്റുഡിയോയിലെ പൊട്ടപ്പനെയൊക്കെ കണ്ടിട്ട് വല്ല ഗൾഫിലെങ്ങാനും കയറി പോകാൻ നോക്കണേ. അതെ അമ്മ ഒരു കാര്യം ചെയ്യും, ആ പ്രസവിക്കാത്ത ഏട്ടത്തിക്ക് വേണ്ടി ഏട്ടൻ ചിലവാക്കുന്ന കാശെടുത്ത് പ്രസവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കാൻ പറ, അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഇടാ ഞാൻ അവനോട് പറഞ്ഞതാ വെറുതെ ചികിത്സയ്ക്ക് കാശ് കൊണ്ട് കളയണ്ടെന്ന്. ആ പൊട്ടൻ കേൾക്കണ്ടേ? സുഭാഷിൻ്റെ കുഞ്ഞ് നിൻ്റെയും കുഞ്ഞല്ലേ അവനോട് ഞാൻ പറഞ്ഞതാ. അപ്പം ആ പൊട്ടൻ പറഞ്ഞ എന്തോന്നറിയാമോ? അവൻ്റെ പെണ്ണുമ്പിള്ള പ്രസവിക്കണം, സ്ത്രീകൾ പ്രസവിച്ചാലേ അവിടെ ജീവിതം എന്തോരു വർത്താനം പറഞ്ഞു, പുണ്യത് പൂർത്തിയാകത്തുള്ളൂ എന്ന്, സ്ത്രീജന്മം പൂർത്തിയാകത്തുള്ളൂ എന്ന്. ഓട്ടയ്യോ എന്തോ പറയാനാ. എൻ്റെ ദൈവമേ, ഈ ഒരു മച്ചിയെ തന്നെ എൻ്റെ ചെറുക്കന് കിട്ടിയല്ലോ എൻ്റെ ഭഗവാനെ. എൻ്റെ പൊന്നമ്മ, അവർ വല്ലതും ഇത് കേട്ടോണ്ട് വന്ന് എന്ത് വിചാരിക്കും? കേട്ടാൽ എന്താടാ, എന്താ കേട്ടാൽ? ഞാൻ ഉള്ള കാര്യമില്ലേ പറഞ്ഞത്? ഉള്ളത് പറയുമ്പോൾ എന്നെ ആർക്കും കാട്ടുകൂടാ. ചേട്ടത്തിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നപ്പോൾ എന്തൊക്കെയായിരുന്നു? ശ്രീധനം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് 24 മണിക്കൂർ ഏട്ടത്തയുടെ വാലും തൂങ്ങി നടന്നതല്ലേ അല്ലേ? എൻ്റെ മോളെന്ന് ആ സമയം വലിയ കാര്യത്തിൽ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? അല്ലേ എടാ, നിന്റെ പെണ്ണുമ്പോൾ കഴുത്തെ കറുത്തേറിടും കെട്ടിക്കൊണ്ടില്ല ഇങ്ങോട്ട് കയറി വന്നേ. എന്നിട്ട് ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞോടാ? ഞാൻ എന്തെങ്കിലും സ്നേഹം കുറിച്ച് കാണിച്ചോടാ? പറയാ വിളിച്ചോണ്ട് പോകാണ്ടില്ലേ? അതെ നിന്റെ പെണ്ണുപിള്ള ഗർഭിണിയായിട്ടാ, അല്ലെങ്കിൽ ഞാൻ എന്തേ ഇവിടുന്ന് അടിച്ചിറക്കിയേനെ. നിങ്ങൾ വൺവിൻ ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവരാണ് ടീം എക്സിനെ സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് വൺവിൻ ആപ്പ് കളിച്ച് റിവാർഡ് നേടിയെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ വൺവിൻ ആപ്പിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം 10 കണക്കിന് അട്രാക്റ്റീവായ ഗെയിംസ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ വിനോദകരമായ ഗെയിംസ് കളിക്കാനും റിവാർഡ്സ് നേടാനും വേണ്ടി എൻ്റെ സുഹൃത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി അതിൽ നിന്നും വൺവിൻ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇതിനായി ഞാൻ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ഗെയിമായ ലക്കി ജെറ്റ് പരിചയപ്പെടുത്താം. ഇത് വളരെ ആവേശകരമായ ആർക്കേഡ് ഗെയിമാണ്. ലക്കി ജെറ്റ് എങ്ങനെ കളിച്ച് അതിൽ നിന്ന് എങ്ങനെ റിവാർഡ് നേടണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊരു ത്രില്ലിംഗ് ആർക്കേഡ് ഗെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗസ്സിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈലറ്റ് ജോ റോക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടങ്ങും. ഇനി നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിവാർഡിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് നിങ്ങളുടെ റിവാർഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി ഞാൻ പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിജയസാധ്യത വളരെ കൂടുതലാണ്. ഞാൻ 500 ക്രിസ്റ്റലുകൾ വാങ്ങി 1.5 എന്ന സാധ്യതയോടുകൂടി ഗെയിം ആരംഭിക്കും. നിങ്ങൾക്കിത് കളിക്കാൻ ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് വൈകാരികമായിട്ട് ചെയ്യണം. ഇതിൽ സങ്കീർണമായിട്ടൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഞാൻ ആദ്യ റൗണ്ട് വിജയിച്ചു. ഇനി 2ാം റൗണ്ട് ഞാൻ അതേപോലെ തന്നെ ആവർത്തിക്കുന്നു. വീണ്ടും 500 ക്രിസ്റ്റലുകളുമായി ഞാൻ 2ാം റൗണ്ട് തുടങ്ങി. ഞാൻ എത്ര എടുക്കുന്നു നോക്കാം. നിങ്ങൾ തന്നെ നോക്കൂ, ഞാൻ 2ാം റൗണ്ട് വിജയിച്ചിരിക്കുന്നു. ലക്കി ജെറ്റ് വെറും ഒരു ഗെയിമല്ല, ഇതൊരു അഡ്രിനൽ റഷാണ്. റിവാർഡിന് വേണ്ടിയുള്ളൊരു പോരാട്ടം കൂടിയാണിത്. ഇത് എവിടെ അവസാനിക്കുന്നില്ല, ഇതെനിക്ക് യാഥാർത്ഥ്യമാക്കാനും സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ചേർക്കുന്നതാണ്. അമ്മ എങ്ങനെയെങ്കിലും ആ ക്യാഷ് ഒന്നുകൊണ്ട് അടയ്ക്കമ്മ. ഇന്ന് അയാൾ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇന്നുകൊണ്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇങ്ങോട്ട് കയറി വരുമെന്നാ. ഇവിടുത്തെ അമ്മയെങ്ങനെ അറിഞ്ഞാൽ അറിയാലോ, പിന്നെ പറയണ്ട. ഇപ്പം ഞാൻ ഗർഭിണി ആയതുകൊണ്ടാണ് കുറച്ച് ലോഹ്യത്തിലിരിക്കണേ. അമ്മയായിട്ടത് ഇല്ലാണ്ടാക്കരുത്. അമ്മയായിട്ടേ ബാങ്കിൽ പൈസ അടയ്ക്കുന്ന കാര്യം പറഞ്ഞതാ. എന്നിട്ട് ബാങ്കിൽ പൈസ അടച്ചാ ഇല്ലേ? നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അമ്മയോട് പറഞ്ഞ് എനിക്കൊരു 10,000 രൂപ മേടിച്ചു തരണം. അടുത്ത മാസം നല്ലൊരു വെഡ്ഡിങ് ഉണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓ പിന്നെ കല്യാണം കഴിഞ്ഞ നാൾ പോലെ ഞാൻ കേൾക്കുക വലിയൊരു വെഡ്ഡിങ്. ഇതുവരെ അതിനുള്ള മുഹൂർത്തം ആയില്ലേ? ഈ വലിയ വെഡ്ഡിങ് എടുക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറ എടുക്കണം. അതെടുക്കാനാണ് കുറച്ച് കാശ് ചോദിച്ചത്. EMI ആയിട്ട് അടച്ചിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഞാൻ ഫസ്റ്റ് കൊടുക്കണ്ടേ കാശ്? ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു എൻ്റെ പുറകെ നടക്കുമ്പോഴേ? സ്റ്റുഡിയോ എൻ്റെത്, ക്യാമറ എൻ്റെത്, വെഡ്ഡിങ് ലൈറ്റ് എൻ്റെത്. അവസാനം താലി കഴുത്തി വീണപ്പോഴല്ലേ അറിഞ്ഞത് സ്വന്തമായിട്ടൊരു ഫ്ലാഷ് ലൈറ്റ് പോലും ഇല്ലാന്ന്. എടി നിർത്ത്, നീ ഒരുപാടൊന്നും പറയണ്ട.
നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നീ എന്തോ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന കണക്കാണല്ലോ. എടി ഇതേപോലെ ഒരു വീട്ടിൽ കയറി പറ്റാൻ പറ്റിയത് നിന്റെ ഭാഗ്യമെന്ന് കരുതി നീ ഇവിടെ അടങ്ങിയിരിക്കണം. ഈ വീട് വെച്ചതേ ചേച്ചിയുടെ സ്വർണ്ണം വിറ്റ കാശ് കൊണ്ടും പിന്നെ ചേട്ടൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശ് കൊണ്ടും അല്ലേ, അല്ലാണ്ട് നിങ്ങളുടെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ. നിങ്ങളുടെ അമ്മയുടെ ജാടയും പത്രസം കണ്ടെത്തുന്ന അവർ ജനിച്ചതേ ഈ വീട്ടിലാണെന്ന്. കാപ്പി റെഡിയായോ? കാപ്പി തൊണ്ട നിൽക്കുന്നതിന്റെ പെണ്ണുമ്പിള്ള ഫ്രിഡ്ജിനകത്ത് മാവിരിപ്പുണ്ട്, ഉണ്ടാക്കി തരാൻ പറ. ഡോക്ടർ എന്തോ പറഞ്ഞു ഏട്ടത്തി? ഡോക്ടർ എന്നാ പറയാണ്? 500 രൂപയും കൊണ്ട് ഡോക്ടർക്ക് കൊടുത്ത് ശർക്കര വെള്ളം കലക്കിയ കൊണ്ട് ടോണിക്കും കിട്ടിയപ്പോൾ അവന് സമാധാനമായി ഇല്ലേടാ. എന്താണ് നോക്കുന്നത്? എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലെന്നറിയാം. ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ പുറത്തുനിന്ന് കഴിക്കാന്ന്. പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്ന അമ്മ പറയും ഞാൻ പൈസ മൊത്തം കടപ്പലഹാരം തിന്ന് തീർക്കുവാണെന്ന്. എടി ഞാൻ ഉണ്ടാക്കുന്ന പൈസ ആര് പറഞ്ഞ എനിക്കെന്താണ്? ഇങ്ങനെ ചെവിയുടെ കീഴി വന്നെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ ചേട്ടാ? ഒരു ദയാദാക്ഷിണ്യം പോലും ഇല്ലാതെ അമ്മ സംസാരിക്കുന്നേ. ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓരോന്നും ചിന്തിച്ച് കൂട്ടിയിട്ട് ഒന്നും വരുത്തി വയ്ക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്താ? ആരോഗ്യമുള്ളൊരു കുഞ്ഞ്. നമുക്ക് അത് മാത്രം നോക്കിയാൽ പോരെ. ഈ ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളൊന്നും നമ്മളെ ഏക്കത്തൊന്നുമില്ല. നീ മേടിക്കാട്ടിരിക്കും. അല്ല, ഡോക്ടർ ഏട്ടനെ ക്യാബിന് വിളിച്ചിട്ട് പോയിട്ട് എന്താ പറഞ്ഞേ? അല്ല, ഡോക്ടർ പറഞ്ഞത് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ കാണണം, പിന്നെ മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം, ഈശ്വരനോട് പ്രാർത്ഥിക്കണം. പാവം ഡോക്ടർ അല്ലേ? ആ, ഡോക്ടർ പാവുന്നുണ്ട്. ആദ്യം ഈ പാവം പോയി കുറച്ച് കാപ്പി ഉണ്ടാക്കാൻ നോക്കി. നല്ല വിശപ്പുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു ഏട്ടത്തി? ഡോക്ടർ പറഞ്ഞത് അമ്മ അതുപോലെ പറഞ്ഞല്ലോ. IVF-ന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറഞ്ഞു പ്രതി. എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ച? ഒന്നുമില്ല, ചിരിയും കളിയൊക്കെ കേട്ടല്ലോ. ചികിത്സയുടെ കാര്യം പറഞ്ഞതാണ്. നിഷേ, ഞാൻ പറയുന്നുണ്ട്, നീ ഒന്നും വിചാരിക്കല്ലേ. നീ ഇങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി ആശുപത്രി കയറി ഇറങ്ങുന്നുണ്ടോ, ഈ അമ്പലത്തിൽ കൊണ്ട് നേർച്ച കൊടുക്കുന്നുണ്ടോ ഒന്നും ഒരു കാര്യമില്ല. അവസാനം വെള്ളത്തിൽ വെച്ച രേഖ പോലെ ആവും. ഇങ്ങനെ അങ്ങ് തീർത്ത് പറയല്ലേ അമ്മേ. IVF-ന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. IVF-ന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കൊച്ചുങ്ങൾക്കേ അംഗവൈകല്യം ഉണ്ടാവും. പ്രസവം കഴിയുമ്പോൾ പിന്നെ തെക്കോട്ട് പടക്കോട്ട് കൊണ്ട് ഓടേണ്ടി വരും. ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ പറയുന്നതാ കുറ്റം. ഒരു ചെറുക്കന് നല്ല ഒന്നാമത്തെ ഒരു ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞേച്ച് 6 മാസമായി ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നത് തെക്കോട്ടും പടക്കോട്ടും കൊച്ചെന്നും പറഞ്ഞുകൊണ്ട്. വല്ല ഗുണമുണ്ടോ? കയ്യിലുള്ള പൈസയും മൊത്തം പോയി. ഇനി ഈ വീടുകളെ ഉള്ള വിറ്റ് തളിക്കാൻ. ഒരു കുഞ്ഞിനെ കിട്ടുന്നത് ചികിത്സിക്കുന്നു, അല്ലാതെ വീട് വീട്ടിലാണ്. നീ കാപ്പി ഉണ്ടാക്കും. ഇവിടെ ആർക്കും അത്ര സൂക്കേട് അറിയണമല്ലോ. നിനക്ക് ഈ ധൈര്യം വന്നത്? ആരാ നിന്നെ കൂടെ ഇത് പറയിപ്പിക്കുന്നതൊക്കെ എനിക്കറിയാം.